വാസി, ഇവിടെ വീടില്ല, കാറില്ല, AC ഇല്ല, ഏറ്റവും കാട് പോലും ഇല്ല. അതൊന്നും ഒരു കുറവായിട്ട് പോലും തോന്നുന്നില്ല. വാസി, ഇപ്പൊ എന്റെ മനസ്സിന് എന്ത് സന്തോഷമുണ്ടെന്നറിയോ നിനക്ക്? അതിന് ഞാനാണ് നിനക്ക് നന്ദി പറയേണ്ടത്. വാസി, അവിടേക്ക് നോക്ക്, നിന്റെ ആൾക്കാർ അവിടെയുള്ളത്. കം. എവിടെയാണ് നിങ്ങൾ അവരെ കണ്ടത്? ഇവിടെ വെച്ചാണ് സാർ ഞങ്ങൾ അവരെ കണ്ടത്. പക്ഷേ വാസി, ലെറ്റ്സ് ഗോ. വാ വാ, നിൽക്കണ വാ. വരാൻ വാസി, വാ പ്ലീസ്. വാസി, വാ. Don't shoot. കാവ്യ കൂടെ ഉണ്ട്. കാവ്യ, go, go. Go. കാവ്യ, ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളെയാണ്. ഈ ഭാഗത്തേക്ക് വരൂ മാഡം. അവരെ കൊല്ലാൻ പോകുന്നു. ദേവി, ഈ ഭാഗത്തേക്ക് വരൂ. We got to kill him. പ്ലീസ്, അയാൾക്കൊന്നും അറിഞ്ഞൂടാ. വരൂ, പറയുന്നത് കേൾക്ക്. വരൂ പ്ലീസ്.
இப்பயாவது நம்புறீங்களா? உங்க பொண்ணு அவனை இழுத்துட்டு ஓடுறான்னு. മിനിസ്റ്റർ മനസ്സിലാക്കിയ പോരെ സാർ, ആദ്യം നിങ്ങളുടെ മകളെ മനസ്സിലാക്ക്. എന്ത് പറഞ്ഞാലും ഞങ്ങളോട് അവനെ കൊല്ലേ, മകളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാ അവൻ ഇത്ര ദൂരം സഞ്ചരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ ആൾക്കാരെ തേടി തന്നെയായിരിക്കും പോയിരിക്കുന്നത്. ഒരു സ്ഥലം നശിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എനിക്ക് ആരെയും കൊല്ലാൻ ഉദ്ദേശമില്ല. എനിക്ക് എന്റെ കാവ്യെ തിരിച്ചു കിട്ടിയാൽ മതി. അവർക്ക് പ്രഷർ കൊടുക്കാതിരുന്നാ മതി. അവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. സാർ, അതൊരു വൃത്തികെട്ട ആൾക്കാരാണ്. അത് നിങ്ങൾ പറയുന്ന പോലെ നടക്കില്ല. നിങ്ങൾക്ക് മകളെയല്ലേ ആവശ്യം. ഈ കാര്യം എനിക്ക് വിട്ടേക്ക്. ഓക്കെ. ഹലോ, വാസി എന്നെ തനിച്ചാക്കിയല്ലേ അവിടുന്ന് താഴേക്ക് വരെ ഒരു ദിവസം എടുത്ത് അറിയാമോ? ഇതുവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് കഴിഞ്ഞില്ലേ? എന്റെ ദൈവമേ. കാവ്യ മാഡം, ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ അവന് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുകയാണല്ലേ. ഞാൻ തനിച്ചായ കാര്യം നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കിയോ? വരുന്ന വഴിക്ക് പുലി വല്ലതും ഉണ്ടായിരുന്നു എന്റെ കട്ടപ്പട മടങ്ങിയേനെ. പേടിക്കാതെ എങ്ങനെ ഇരിക്കുന്ന പറയുന്നത്? പുലിയെ കൊണ്ടുവന്നിട്ട് ഞാനേ ശബരിമല ശാസ്താവൊന്നും അല്ല. അയ്യോ അയ്യോ എന്റെ അമ്മേ. സാറേ, സാർ, വാസിനെ കണ്ടോ? ഇപ്പൊ അതല്ല പ്രധാനം. അവരെല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച നീ അവർക്ക് വലിയൊരു അപകടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി നിന്റെ അങ്കിൾ വലിയൊരു സേനയാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. അങ്കിൾ വന്നു? ആ വന്നു. ഏത് സമയത്തും ആ സൈന്യയോടെ വളയാൻ സാധ്യതയുണ്ട്. ഈ ആപത്തിന് കാരണം നീ തന്നെയാണിപ്പോ. എന്നെയല്ലേ അവർക്ക് വേണ്ടത്? ഞാൻ കൂടെ പോകാം. അതെ മാഡം, പോയേക്കാം. വാസിയും കൊണ്ടുപോകാം. വാസി ഇവിടെ വിട്ടിട്ട് നമുക്ക് ഉടനെ തന്നെ അങ്കിളിനെ കാണണം. ഇവരെ രക്ഷിക്കാൻ ഒരേയൊരു മാർഗം അതാണ്. വാസില്ലാതെ കുഞ്ഞിനിരിക്കാൻ കഴിയോ? എത്രയോ ആൾക്കാരുണ്ട്. ഇവരുടെ ജീവിതം, ഇവരുടെ സന്തോഷം, അതൊക്കെ വാസിക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകണം. ഒരു പൊട്ടിയാണ്, ഒന്നും മനസ്സിലാകാതെ എന്തൊക്കെയോ ചെയ്യുന്നു. ഒരുപക്ഷെ ഞാൻ വന്നത് തെറ്റായി പോയെന്ന് വിചാരിച്ചായിരുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കുന്നവൻ മനുഷ്യനാണോ മൃഗമാണോ? അവനെ സഹായിക്കണമെന്നുള്ള മനസ്സ് കണ്ടില്ലേ? കുഞ്ഞിനെ വളർത്തിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ വയസ്സിൽ ഒരിക്കലും വിട്ടുപോവില്ല. ഞാനിപ്പോ വരാം. സാറാ,